സ്മാർട്ട് ഹീറോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 16 വർഷക്കാലമായി കൈപ്പൊങ്കലം കൂരിക്കുഴിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പരമ്പര അതിൻ്റെ പ്രയാണം തുടരുകയാണ്. ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ വിശേഷങ്ങൾ നമ്മൾക്ക് അവരോട് ചോദിച്ചറിയാം. എന്താണ് പേര്? എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ്. എന്താണ് ഗ്രൂപ്പ് ഓഫ് പരമ്പരയെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ പുരോഗമനം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം പല പ്രവൃത്തികളും നിങ്ങൾ വളരെ നന്നായി ചെയ്യുന്നതിൽ നിങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് ഹീറോസിനാണോ? പരമ്പരയുടെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ വളരെ നന്നായിരിക്കും. ചിലപ്പോൾ പ്രത്യേകിച്ച് അതാണ് അഡ്വൈസ്. നമുക്ക് അതേ ഉള്ളൂ, നന്നായിരിക്കണം, നമ്മുടെ നാടിന് ഗുണം ചെയ്യണം, നിങ്ങളെ കൊണ്ട് ഭാവി തലമുറക്ക് ഗുണം ഉണ്ടാകുകയും വേണം. എന്താണ് പേര്? മജീദ്. മജീദ് എന്ത് ചെയ്യണം? ഞാനിവിടെ ബിസിനസ് എന്ന് പറയാൻ ഒരു മടി. മടിയൊന്നുമില്ല, ചെറുതായിട്ടൊരു നാട്ടിൽ തന്നെ. ആദ്യം നാട്ടിലല്ല, കുഴപ്പമില്ല, നല്ല ഇതിൽ പോകുന്നുണ്ട്. അവരുടെ കലാ സാംസ്കാരിക മേഖലയിൽ അവരുടെ പങ്ക് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പ്രേംകുമാർ. എന്താണ് പരിപാടി? ബിസിനസ് എന്താണ് ഗ്രൂപ്പ് ഓഫ് പരമ്പര? ഗ്രൂപ്പ് ഓഫ് പരമ്പരയെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മേഖലകൾ എല്ലാം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഗ്രൂപ്പ് ഓഫ് പരമ്പര ഒരു 10-16 വർഷമായി ഇപ്പോൾ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തനം ഈ പ്രാദേശികമായിട്ട് എല്ലാവർക്കും തന്നെ അറിയാം. പരമ്പര എന്നുള്ള ചുരുക്കപ്പേരിൽ പലരും അറിയപ്പെടുന്നത് തന്നെ പരമ്പരയുടെ പേരിലാണ്. നിങ്ങളിൽ പലരും അറിയപ്പെടുന്നത് പരമ്പരയുടെ പേരിലാണ്. ഇപ്പോൾ ഫോൺ ചെയ്തിട്ട് തന്നെ നമ്മൾ ഒരാളോട് പറഞ്ഞാൽ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഏത് ഫൈസൽ, ഏത് ഷമീർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പരമ്പരയുടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ അറിയുന്നത് നാട്ടിൽ പരമ്പര എന്നുള്ള നിലക്കാണ്. പിന്നെ ഇത് ഇവിടെ പ്രോഗ്രാമുകൾ, വാർഷികങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ കലാപരമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാത്തിലും തന്നെ മുന്നിട്ടെടുക്കുന്നൊരു ക്ലബ്ബാണ്. എത്തരത്തിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താറുള്ളത് പറയണം തീർച്ചയായിട്ടും. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് റാഷിദ്. റാഷിദ് എന്ത് ചെയ്യണം? എന്നോടല്ല, ഞാൻ പുറത്തുനിന്ന്. ഇതിക്ക് മുമ്പ് ഗ്രൂപ്പ് ഓഫ് പരമ്പരയായിട്ട് പുറത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാ? പുറത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം, മുൻകാല ചരിത്രത്തിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് പരമ്പരയിൽ ഉണ്ടായിരുന്ന ആളല്ല. അപ്പൊ അത് ഇപ്പോഴുണ്ട്. ഞങ്ങളെ പ്രത്യേകത വെച്ചാൽ വിദേശ കമ്മിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോഴത്തെ ആക്റ്റീവ് ആയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പുറത്തുള്ളത് കൊണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വന്നാലും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മുൻകാലത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പ്രോഗ്രാം നടത്താറുണ്ട്. പിന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പിന്നെ മറ്റുള്ള ക്ലബ്ബുകളെ പോലെയല്ല ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിദേശ കമ്മിറ്റി ഉണ്ട് ഇവിടെ. അവിടെ ഗൾഫിൽ 10-30 മെമ്പർമാരുണ്ട്. 30 ആളുണ്ട്. അപ്പോൾ ഇവിടത്തേക്കാളും സ്ട്രെങ്ത് അവിടെ എന്ന് പറഞ്ഞത് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ദുട്ട് ഇങ്ങോട്ട് കിട്ടാറുണ്ടോ? കഴിവിൻ്റെ പരമാവധി ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, എന്താണ് എൻ്റെ പേര് പറ. പേര് അബൂബക്കർ. അബൂബക്കർ. പേര് പറയാത്തൊരു ബുദ്ധിമുട്ട്. പേരിലെന്തിരിക്കുന്നു എന്ന് ചോദിച്ചൊരു മഹാനുണ്ട്, ഷേക്സ്പിയർ എന്ന് പറയും. എന്താണ് പേര്? ഷമീറ. ഇത് പിടിക്കും. എന്താണ് ഗ്രൂപ്പ് ഓഫ് പരമ്പരയെ കുറിച്ച് എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ? പ്രവർത്തനങ്ങളെന്ന് വെച്ചാൽ നല്ല പ്രവർത്തനങ്ങളാണ് ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരോട് പറയാണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും സഹായമാണ് ഏറ്റവും വലുത്. നമുക്ക് ഈ ക്ലബ്ബൊക്കെ അങ്ങനെന്നുള്ള നിലക്കല്ല ഇവർ ശരിക്കും ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ നല്ലൊരു മേഖല, അതായത് നമ്മളെ വരും തലമുറകൾ കണ്ടു പഠിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവരെങ്ങനെ ഓടിയെത്തും എന്നുള്ളത് ശരിക്കും ഈ ക്ലബ്ബ് അംഗങ്ങൾ എല്ലാവരും ഒരുപോലെ നോക്കിയിട്ടുണ്ട്, കൂട്ടായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതേപോലെ ഒരു വിവാഹം, ഏറ്റവും വലുതാണ് ഒരു വിവാഹം. അവരോട് പറയാണ്ട് തന്നെ ആ ഫംഗ്ഷൻ അവരെങ്ങനെ നന്നായി കൊടുക്കാമെന്ന് അവർ ഇത് നോക്കിയിട്ടല്ല. അതായത് നമ്മളൊരു ചിലർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യണേ. പക്ഷെ ഇവരതല്ല ചെയ്യണത്. ഇവര് അല്ല
ചെയ്യണത്. അല്ലാണ്ട് തന്നെയാണ് ചെയ്യണ ക്ലബ് ആണ് ഞാൻ കണ്ടിടത്തോളം. ഇവരെ കുറിച്ച് ഇന്നുവരെയും കണ്ടിടത്തോളം അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇനിയും ഇതേപോലെ വരും കാലങ്ങളിൽ ഇവർ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്താണ് ഗ്രൂപ്പ് ഓഫ് പരമ്പര? പേരെന്താണ്? കൃഷ്ണൻ. എങ്ങനെയുണ്ട് ഗ്രൂപ്പ് ഓഫ് പരമ്പരയിൽ? എൻ്റെ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉഷാറാണ് അല്ല? എന്താണ് കായികപരമായ മേഖലകളിൽ നിങ്ങളുടെ സേവനം? പേരൊന്നും ആദ്യം പറ. മുഹമ്മദ് റാഫി. ഗ്രൂപ്പ് ഓഫ് പരമ്പരയിലെ ഒരു മെമ്പറാണ്. കായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാംസ്കാരിക രംഗത്തൊക്കെ കായിക രംഗങ്ങൾ ചെയ്യണം. സ്പോർട്സ് പരമായിട്ട് ഈ ഫുട്ബോൾ, വോളിബോൾ, മറ്റുള്ള എല്ലാ രംഗത്തും ക്രിക്കറ്റ് മുതലായ ഇല്ലില്ല എല്ലാം എല്ലാ കായിക രംഗത്തും തുല്യത. മത്സരിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് പ്രൈസ് അങ്ങനെ പഞ്ചായത്ത് മേളക്കും പഞ്ചായത്ത് മേളയ്ക്കെല്ലാം പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു. വോളിബോൾ. പിന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ്, മറ്റു ഫുട്ബോൾ, എല്ലാ കാര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. കലാപരമായ മേഖലയിൽ നിങ്ങളെ പ്രവർത്തനങ്ങൾ? കലാപരമായ മേഖലയിൽ നിസാം എന്ന് പറഞ്ഞൊരു നമ്മുടെ ഭാവിത്താറുണ്ട്. അവൻ നിസാമിന് കൈമാറാം. നിസാം എന്താണ് പാട്ടൊക്കെ പാടൂലേ? പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. എത്ര കൊല്ലം പഠിച്ചിട്ടുണ്ട്? ഞാനൊരു 2.5 വർഷത്തോളം. 2.5 വർഷക്കാലമായിട്ട് വായ്പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാൻ പറ്റും? സ്റ്റേജിൽ വരണം. അവിടുന്ന് പറഞ്ഞോ, ഇങ്ങോട്ട് കയറി ഒന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞോ എന്താണ് പറയണ്ടത്? ഈ നമ്മളെ പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഞാൻ പഠിച്ചതിനെ കുറിച്ചാണ്. അതെ തീർച്ചയായിട്ടും. ഞാൻ പഠിച്ചിട്ടുള്ളത് കർണാടക സംഗീതമാണ് പഠിച്ചിട്ടുള്ളത്. അതൊരു 2.5 വർഷത്തോളം പഠിച്ച്. ഈ രാഗങ്ങൾ ജന്യരാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞ സംഭവം? ജന്യരാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തിൽ അടിസ്ഥാന രാഗങ്ങളാണ് ജന്യരാഗങ്ങൾ. അത് 72 അടിസ്ഥാന രാഗങ്ങളാണുള്ളത്. സോറി, ജനകരാഗങ്ങൾ 72. അതിനാണ് അടിസ്ഥാന രാഗങ്ങൾ. അതിൽ നിന്നും ജനിച്ച രാഗങ്ങൾ, അതായത് അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത രാഗങ്ങളാണ് ജന്യരാഗങ്ങൾ എന്ന് പറയുന്നത്. അത് ഒരുപാടുണ്ട്. താങ്കൾക്ക് ഒരു പാട്ട് പാടാൻ പറ്റില്ല ഇപ്പം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി, സ്മാർട്ട് ഹീറോസിന് വേണ്ടി? പാട്ട് ഞാനൊരു പഴയ പാട്ട് പാടാം. പാടിക്കോ. പഴയതായാലും വേണ്ടില്ല, പുതിയതായാലും വേണ്ടില്ല. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. എൻ്റെ പേര്
പേര് നിസാർ. എന്താണ് ചെയ്യുന്നത്? ഞാൻ പുറത്താണ്, സൗദിയിലാണ്. എന്താണ് പരിപാടി അവിടെ? അവിടെ പരിപാടി ഒരു സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ. ആദ്യമൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് പരമ്പരയിൽ നല്ല പ്രവർത്തനമായിരുന്നു. നല്ല പ്രവർത്തനം ഇപ്പോഴും ആണ്, വന്നു കഴിഞ്ഞാലും ആണ്. ഇവരുടെ പ്രവർത്തനം എങ്ങനെ നോക്കി കാണണം? ഇവിടെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ എല്ലാ രീതിയിലും ആക്റ്റീവാണ്. എല്ലാ രീതിയിലും ആക്റ്റീവായിട്ട് നമ്മളെ സമൂഹത്തിന് എടുത്തു കാട്ടാൻ പറ്റിയ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു പബ്ലിസിറ്റി ആക്കിയിട്ട് ഒരിക്കലും അങ്ങനെ അധികം ചെയ്യാറില്ല. അപ്പോൾ പുറത്തുള്ള സമൂഹം അധികം അതിൻ്റെ രീതിയിൽ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ അറിയണം എന്നുള്ള രീതിയിൽ ചെയ്യാറില്ല. പലപ്പോഴും സ്വകാര്യ രീതിയിലാണ് ചെയ്യാറ്. നമുക്ക് താല്പര്യവും അങ്ങനത്തെ പ്രവർത്തനം, ഒരു മിഷൻ, ഒരു കമ്മീഷന്റെ ആൾക്കാരല്ല പറഞ്ഞ. അതെ. ഓക്കെ, താങ്ക് യു. എന്തിന് പേര്? ഷാമിൽ. എന്ത് ചെയ്യണം? പഠിക്കണം. ഗ്രൂപ്പ് ഓഫ് പരമ്പരയിലൊക്കെ ഉണ്ട്. വോളിബോൾ കളിക്കോ? കളിക്കും. അങ്ങനെ അല്ല സ്മാഷ് ഒക്കെ വിടും? സ്മാഷ് ഒന്നുമില്ല, സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ പാട്ടൊക്കെ പാടോ? ഡാൻസ് ആടോ? ഇല്ല. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. എന്താണ് പേര്? എൻ്റെ പേര് നിഷാദ്. നിഷാദ്. എന്താണ്, എന്തിനു പഠിക്കണേ? ഞാൻ 10ൽ പഠിക്കുന്നു. 10ൽ പഠിക്കണം. ഏത് സ്കൂളിൽ പഠിക്കണേ? ഫിഷറീസിൽ. ഈ ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ ന്യൂ ജനറേഷൻസ് അല്ലേ? ന്യൂ ജനറേഷൻ ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. പേരെന്താണ്? ഫഹദ്. എന്ത് ചെയ്യണം? 10ാം ക്ലാസ്സിൽ പഠിക്കണം. ഉഷാറല്ലേ? അടിപൊളി. ഫഹദ്. രണ്ട് ഫാദറിനാണ്. നീ എന്തിനു പഠിക്കണേ? 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കണം. അങ്ങനെ കളിയൊക്കെ ആയിട്ട് അങ്ങനെ വോളിബോൾ കളിക്കാറുണ്ട്. മറ്റേ പാട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ആ പാടുപെടും അല്ലേ? പാട്ട് പാടിയാല്? ഓക്കെ, താങ്ക് യു. ഇവിടെ വിദേശത്താണ്. നേരത്തെ പറഞ്ഞാണ് നീ അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ. വിദേശത്തിന് എവിടെ നിന്ന് വർക്ക് ചെയ്യണം? ദുബായിലാണ് വർക്ക് ചെയ്യണം. എന്താണ് പരിപാടി അവിടെ? കാശൊക്കെ ഉണ്ടാക്കല്ലേ? അടിപൊളിയല്ലേ? അടുത്തൊരു പാട്ട് വേണം നമുക്ക് റാഷിനെ കൊണ്ട് പാടിക്കാം. മോൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സജീഷൻ. കണ്ടിട്ട് കലാകാരൻ്റെ ലുക്ക് ഉണ്ടല്ലോ. കലാകാരനുണ്ട്, പക്ഷേ ഇപ്പം ചെയ്യാൻ ഇതുപോലെ എന്താ പ്രശ്നം? ഒന്നുമില്ല. പോലെ പിന്നെന്ത് പ്രശ്നം? എന്താണ് താങ്കൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന? അവതരിപ്പിച്ചോ? എനിക്കൊന്നും അവതരിപ്പിക്കാൻ ഇപ്പം പറ്റില്ല. മൂടില്ല. അതന്നെ, മൂടില്ല. ശിങ്കാരി മേളത്തിനൂടെ ടീമെല്ലാവരും ഒന്നായിരുന്നു. ഇപ്പം അതിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതെ, ഒരു പാട്ട് പാടിയാ? ഒരു പാട്ട് പാട്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് പാട്. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, പൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, പൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെയോർത്ത് കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണലിഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, പൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടിത്തന്ന പൂക്കൊഴിഞ്ഞുവോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടിത്തന്ന പൂക്കൊഴിഞ്ഞുവോ. കരളിൽ നിന്നു മൂറി വന്ന എൻ്റെ സ്വപ്നമേ, കരയരുതേ എന്നെയോർത്ത് തേങ്ങരുതേ നീ. കരളിൽ നിന്നു മൂറി വന്ന എൻ്റെ സ്വപ്നമേ, കരയരുതേ എന്നെയോർത്ത് തേങ്ങരുതേ നീ. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, പൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. എന്താണ് ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ ഫ്യൂച്ചർ പരിപാടികൾ? ഭാവിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേര് പറയാം. എൻ്റെ പേര് ഷമീർ. എന്താണ് ഈ ക്ലബിൻ്റെ ഭാരവാഹി എന്നാൽ ആരാണ്?
ഈ പരമ്പരയുടെ സെക്രട്ടറിയാണ്. എന്താണ് നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ? ഞങ്ങൾ ഈ 16 വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം തന്നെ മുൻനിർത്തി ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് പോരുന്നത്. ഇനിയും വരുന്നതും ആയ ജീവകാരുണ്യ പ്രവർത്തനം തന്നെ ഞങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടുതന്നെയായിരിക്കും ഞങ്ങളെ അടുത്ത പ്രവർത്തനവും നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് കൂടാതെ ഇപ്പോൾ കലാകായിക രംഗത്ത് അതായത് ഒരുപാട് നമ്മളെ നാട്ടിൽ ഒരുപാട് പിള്ളേർ വളർന്നു വരുന്നുണ്ട്. അവർക്ക് നമ്മളെ ഈ കലാരംഗത്തായാലും കായിക രംഗത്തായാലും അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ക്ലബിനെ മുൻനിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അവരെ നമ്മൾ ഈ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും പ്രോത്സാഹനവും എല്ലാം ഞങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മത്സരങ്ങൾ ക്ലബ്ബ് തലത്തിലും ഇവിടുന്നൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. കലാമത്സരങ്ങളിലെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അതേപോലെ ജില്ലാതല പൂക്കള മത്സരത്തിൽ ഞങ്ങൾ 3-4 കൊല്ലമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെവിടെ നടക്കാറ്? തൃശ്ശൂർ. കഴിഞ്ഞ ഇക്കൊല്ലത്തെ 1ാം സമ്മാനം ഞങ്ങൾ നേടിയത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ പല രീതിയിലും നമ്മളെ നാട്ടിലെ പിള്ളേരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പരമ്പര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങളെ നല്ലത് പറഞ്ഞു തന്ന് നല്ലത് കാണിച്ചു തന്ന് ഞങ്ങളെ അകം വഴിഞ്ഞെന്നും ഞങ്ങളെ നല്ലതിലേക്ക് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ രക്ഷിതാക്കളും നമ്മളിവിടുത്തെ നാട്ടുകാരാണ്. അവരോട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ഗൾഫ് മെമ്പേഴ്സാണ് പരമ്പരയുടെ, അവരോടും അകം വഴിഞ്ഞ നന്ദി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാട്ടിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് ഞങ്ങൾ ഉണ്ടാവും. അത് ഉറപ്പ് ഞങ്ങൾ തരികയാണ്. ഗ്രൂപ്പ് ഓഫ് പരമ്പര 16 വർഷമായി പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ നാളിനിടയിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മിസ് ചെയ്തിട്ടുണ്ടോ? മെമ്മറബിൾ ആയിട്ടുള്ള ഓർക്കപ്പെടാനുള്ള സ്മരണയിലുള്ള ഏതെങ്കിലും ഒരു ദുഃഖങ്ങളോ ആരെങ്കിലൊക്കെ നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോവുകയോ അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ദുഃഖകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള ഏറ്റവും അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലബിൻ്റെ ഒരു മെമ്പറായ നവാസ്, അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം 8 വർഷത്തോളമായി. അദ്ദേഹം ഒരു നല്ല പ്രവർത്തകനായിരുന്നു. തീർച്ചയായും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. അത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെ ആയിരുന്നു അല്ലേ? തീരാ നഷ്ടമാണ്. പിന്നെ എന്താണ് ഗ്രൂപ്പ് ഓഫ് പരമ്പരയിൽ താങ്കൾക്കുള്ള പങ്ക്? താങ്കൾ എന്താണ്? എൻ്റെ ഏറ്റവും വലിയ പങ്കെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലബിൻ്റെ ഗ്രൂപ്പ് ഓഫ് പരമ്പര എന്ന ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും മുറക്ക് കൊണ്ടുനടക്കുന്നു. തീർച്ചയായും. എന്താണ് നിങ്ങളെ എന്നെ കൊണ്ടാവും വിധം പരിപാടികളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഫ്യൂച്ചറിൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ നിങ്ങൾ ഇവിടെ പറഞ്ഞു. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. അങ്ങനെ ഗൾഫ് നാടിലുള്ള സുഹൃത്തുക്കളുടെ നിങ്ങളെ ഗ്രൂപ്പ് ഓഫ് പരമ്പര അവരുടെ സപ്പോർട്ട് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ പരിപാടി പ്ലാൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും ഒരു കോള് അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരുടേതായ ധനസഹായാലും അവരെ പ്രോത്സാഹനമായാലും അപ്പം അവിടെ വെച്ചുണ്ടാവണം. അവർ തീർച്ചയായും വളരെ സഹായിക്കുന്നുണ്ട്. അവർ ഗൾഫ് മെമ്പേഴ്സ് അവിടെ ഗ്രൂപ്പ് ഓഫ് പരമ്പര യൂണിറ്റ് ഉണ്ടാ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതേപോലെ ഒഴിവ് ദിവസങ്ങളിൽ ഒഴിവ് നാളുകളിൽ ഒഴിവ് കിട്ടുമ്പോൾ ഇതേപോലെ അവർ കൂടാറുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്തായിട്ട് ഒരു കൊച്ചു കലാകാരൻ, വളരെ ചെറിയ കലാകാരൻ, ഒരു മിമിക്രി. നമ്മുടെ മലയാള സിനിമയിലെ നല്ലൊരു കഥാപാത്രമാണ് നമ്മുടെ ലാലു അലക്സ്. മൂപ്പരാന്ന് അനുകരിക്കുകയാണ്. ഒരു പഴയകാല സിനിമയിലെ ഒരു 2 ഡയലോഗാണ്. പേഴ്സണലായിട്ട് പറയാം, മേലാൽ നിന്ന് ഈ പരിസരത്ത് വെച്ച് കണ്ടാൽ തല്ലിപ്പഴിപ്പിച്ചാൽ മധുരം കൂടും, താനെ പഴിപ്പിച്ചാൽ മധുരം കുറയും. തല്ലിപ്പഴിപ്പിക്കണോ അത് താനെ പഴിപ്പിക്കണം. അടുത്തായി നമ്മുടെ മലയാള സിനിമയിലെ സകലകലാ വല്ലഭൻ എന്ന് പറഞ്ഞു നെടുമുടി വേണു ഒരു ഡയലോഗ്.
കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വേല പാടത്തുണ്ണി പണ്ട് ആറ്റിലൂടെ ഒഴുപ്പാണ് ഞാൻ കടത മടുത്തു. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ 1-2 വ്യക്തികളാണ്. നമ്മുടെ ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഇന്നേവരെ UDF-ന്റെ കാലത്ത് നല്ല ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ വ്യവസ്ഥയിലും വളരെ മുൻപോട്ട് നിൽക്കുന്ന നമ്മുടെ ആന്റണി. എൻ്റെ ഒരു കഷ്ടം അറിയും, ഈ അച്ചുമാമനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെ ഭരിച്ചാലും നമുക്ക് കുറ്റവും കുറവും തന്നെയുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ നാട്ടിലെ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ TN പ്രതാപൻ. മൂപ്പരൊരു സൗണ്ട് ഏറ്റവും ക്ഷമിക്കണം. നമ്മുടെ UDF-ന്റെ ഭരണത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. നമ്മുടെ ഈ കയ്പമംഗലത്ത് നല്ല ചുണക്കുട്ടികളുള്ള കലാകാരന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഓഫ് പരമ്പര പോലുള്ള നല്ല കലാകാരന്മാരാണ് ഇവിടെ പണിതെടുക്കുന്നത്. നമ്മുടെ മതപ്രഭാഷണ രംഗത്തെ എല്ലാവരും വ്യക്തിമുദ്ര വഹിച്ചൊരു വ്യക്തിയാണ് സമദാനി. സമദാനി മൂപ്പരൊരു 2 ശൈലിയാണ് അവർ. വല്ലാത്ത സദസ്സാണ്. ഇൽമിൻ്റെ സുഗന്ധത്തിൻ്റെ പരിവേഷത്തിൻ്റെ കളറുള്ള സുഗന്ധമാണ്. വല്ലാത്ത സുഗന്ധം ഇൽവിൻ്റെ വല്ലാത്ത സുഗന്ധമാണ്. മദീനയിലേക്കുള്ള പാത വല്ലാത്ത സുഗന്ധത്തിൻ്റെ പാതയാണ്. അറിവിൻ്റെ തീജ്വാലയിലേക്കുള്ള സൗന്ദര്യം അത് വല്ലാത്ത സൗന്ദര്യമാണ്. കേവലം തൊലിപ്പുറത്ത് കാണുന്ന അഴകല്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വല്ലാത്തഴകാണ്, സുഗന്ധമാണ്, പരിവേഷമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നമ്മുടെ പേര് എന്താണ്? പേരെന്ന്? എത്ര പഠിക്കണ? 4 എഴുന്നേറ്റേക്ക്. 4 പഠിക്കണ. ഏത് സ്കൂളിലാണ് പഠിക്കണ? ബോർഡ് സ്കൂൾ GLPS. പാട്ടോടോ? അറിയില്ല. സ്കൂളിൽ ഒരു കവിത എല്ലാം പറ്റുമോ? അറിയില്ല. എന്താ മോളെ പേരെന്താണ്? സുമയ്യ. ഏത് സ്കൂളിൽ പഠിക്കണേ? ബോർഡ് സ്കൂൾ GLP സ്കൂൾ. എന്താണ് പിന്നെ പാട്ടൊക്കെ പാടൂലേ? അന്നൊരു പാട്ട് പാടിയേ. ആ ചേട്ടൻ പഠിക്കാം. Twinkle, twinkle, little star, how I wonder what you are. Up above they were so high, like a diamond in the sky. എന്താണ് പേര്? നഹാസ്. നഹാസിന്റെ പേര്. ഏത് സ്കൂളിൽ പഠിക്കണം? ഹീറായി സ്കൂളിൽ പഠിക്കണം. എത്ര ക്ലാസ്സിൽ പഠിക്കണം? ഒരു പാട്ടൊക്കെ പാടാൻ അറിയാലോ? പാട്ട് പാടൂല്ലേ? ഹീറായി സ്കൂളിൽ മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. ഏതിനത്തിൽ? പാട്ടിലാണോ? പാടാം. അന്നൊരു പാട്ട് പാടിയേ. മെഹബൂബേ മെഹബൂബേ ദിൽ കി ഹാ മെഹബൂബേ ഇശ്റത്ത് രാഗം നീയല്ലേ. മെഹബൂബേ മെഹബൂബേ ദിൽ കി ഹാ മെഹബൂബേ ഇശ്റത്ത് രാഗം നീയല്ലേ. അറിയാതും കണ്ണു നിറഞ്ഞാൽ അറിവിൻ്റെ രാഗം അറിയാതിൽ വാവോ. മെഹബൂബേ മെഹബൂബേ ദിൽ കി ഹാൽ മെഹബൂബേ ഇശ്റത്ത് രാഗം നീയല്ലേ. സ്മാർട്ട് ഹീറോസിൽ ഒരു ഷോർട്ട് ബ്രേക്ക്.